മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണന്റെ കയ്യിൽ കുഞ്ഞിന് വാങ്ങിയ സാധനങ്ങൾ കൊടുത്തതിന് ശേഷം വാതിൽക്കൽ പോയി നിന്ന് വീണ്ടും കണ്ണനെ നോക്കുകയാണ്. കണ്ണനാണെങ്കിൽ അത് കാണുന്നുണ്ട്. എന്താ അമ്മേ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ദുർഗ തിരിച്ചു വരികയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് കണ്ണന്റെ മുന്നിൽ തൊഴിൽ നിൽക്കുന്നു. അമ്മേ, എന്താ ഇത്, എന്താ കാര്യം? അല്ല മോനെ, നീ അന്ന് കാലിന് വയ്യാതെ കിടക്കുന്ന സമയത്ത് അമ്മയല്ലേ മരുന്ന് മാറ്റി തന്നത്? തോമസ് സാറ് പറഞ്ഞത് ശരിയാണ്. അമ്മ തന്നെയാണ് ആ ക്രൂരത ചെയ്തത്, എന്റെ ആങ്ങളയുടെ വാക്ക് കേട്ടിട്ട്. പക്ഷെ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീ എന്നോ നടന്നു തുടങ്ങിയേനെ. നിനക്ക് നിന്റെ ഒരുപാട് കാലങ്ങൾ നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരില്ല. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. പിന്നെ അമ്മ എന്റെ മുന്നിൽ ഇങ്ങനെ തൊഴുത് കരയേണ്ട ആവശ്യമൊന്നുമില്ല. ക്ഷമ ചോദിക്കും വേണ്ട. അമ്മ ചെയ്തു പോയത് തെറ്റാണെന്ന് അമ്മയ്ക്ക് തോന്നി തുടങ്ങി. അതിനോടുള്ള കുറ്റബോധവും അമ്മയ്ക്കുണ്ട്. അത് തന്നെയാണ് അമ്മേ വലിയ കാര്യം. പിന്നെ ആ തെറ്റിനെ ആവർത്തിക്കാതിരുന്നാൽ മാത്രം മതിയെന്ന് പറയുമ്പോൾ ഇല്ല മോനെ, ഇനി ഒരിക്കലും അമ്മ ആ തെറ്റ് ആവർത്തിക്കില്ല. നിന്റെ അച്ഛനോട് പോലും അമ്മ ചെയ്തത് ക്രൂരതയാണ്. അച്ഛന്റെ മുഖം പോലും അന്ന് അമ്മ ഓർത്തില്ല. ഇനി ഈ ജീവിതം അമ്മയ്ക്ക് ദൈവത്തിനെ മാത്രം ഓർത്ത് എങ്ങനെയെങ്കിലും തള്ളി നീക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ദുർഗ പോകുന്നു. ഈ സമയം കണ്ണനാണെങ്കിൽ ദുർഗ തന്ന ഗിഫ്റ്റ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ തുറന്നു നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുന്നു. തുടർന്ന് മാർക്കോയാവട്ടെ അമ്മയെ കാണാനായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് അമ്മയെ കാണുമ്പോൾ, അമ്മേ, ഇന്നല്ലേ കണ്ണൻ സാറിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട്? അതേ മോനെ. അല്ലമ്മേ, ഇന്ന് ആരെങ്കിലും നൂലുകെട്ട് മുടക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുമോ? ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ മാർക്കോയോട് പറയുമ്പോൾ, ഞാൻ എന്തായാലും അവിടെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാകും. അല്ല മോനെ, അവരെന്തെങ്കിലും കണ്ണനും മഹാലക്ഷ്മിക്ക് കുഞ്ഞിനെതിരെ ചെയ്യുകയാണെങ്കിൽ നീ അവരുടെയൊക്കെ ഉള്ളിൽ ഭയമായിട്ട് കിടക്കുന്നുണ്ട്. നിന്റെ മുഖമാണ് അവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. അല്ലമ്മേ, ഇന്ന് ആരെങ്കിലും വരാൻ പാടാത്തവരാരെങ്കിലും എത്തുമോ? ഇല്ല, വരില്ല. അല്ല, കണ്ണൻ സാറിന്റെ അമ്മയെക്കുറിച്ച് ചോദിക്കുന്നത്. അവരെ ഇനി സംശയിക്കേണ്ട ആവശ്യമില്ല. അവരുടെ മാറ്റം സത്യം തന്നെയാണ് മോനെ. പക്ഷേ സംശയിക്കേണ്ടതും ഭയക്കേണ്ടതും ആ ഉണ്ണിയെയും അതുപോലെ കരുണയെയും അവരുടെ മുത്തശ്ശിയെയും അച്ഛനെയൊക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ അത് പിന്നെ അറിയാലമ്മേ, അവരൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. പിന്നെ മോന് ആ കുഞ്ഞിനെ കണ്ടിരുന്നോ? ആ, ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിരുന്നു. എടുത്തിരുന്നോ? ഇല്ല, എടുക്കാൻ പറ്റിയില്ല. ആ കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു മറുകുണ്ട്. ആ, അത് അമ്മ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നു. ആ മറുകെ കുഞ്ഞ് വളരും തോറും കഴുത്തിന് ചുറ്റും പടരും. അമ്മേ, കുഞ്ഞിന് ആപത്തൊന്നും ഉണ്ടാവില്ലല്ലോ? ഏയ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിന് യാതൊരു ആപത്തും ഉണ്ടാവില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും കുഞ്ഞിനെ തൊട്ടുപോലും നോവിക്കാൻ അവർക്ക് കഴിയില്ല എന്നൊക്കെ അമ്മ വീണ്ടും പറയുന്നു. എന്തായാലും മോൻ ഇവിടെ നിൽക്ക്, അമ്മയ്ക്ക് പൂജയ്ക്കുള്ള സമയമായി, എല്ലാം ഒരുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ശേഷം മാർക്കോയാണെങ്കിൽ പ്രാർത്ഥിച്ച് അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ മഞ്ജുവും സാഗറും കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നൂലുകെട്ട് കൂടാനായിട്ട് എത്തുന്നുണ്ട്. ലേഖ അവരെ കാണുകയാണ്. കയറി വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കുന്നു. ആഹാ, ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ടല്ലോ. ഏയ്, അധികം ഒരുക്കങ്ങളൊന്നുമില്ല. ഞാനും കണ്ണനും ചേർന്ന് ചെറുതായിട്ടൊന്ന് ഒരുക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അനന്തു അങ്ങോട്ട് വരികയാണ്. അല്ല, കണ്ണേട്ടൻ എന്തിനാ ഇന്ന് അങ്ങോട്ട് വിടാൻ പോയത്? ഇന്നലെ ഇവിടെ പിടിച്ചിരുത്തിയതില്ലെന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞങ്ങൾ പറഞ്ഞതാ, പക്ഷെ കണ്ണേട്ടൻ കേൾക്കുന്നില്ല. അതാണല്ലോ ഏറെ പ്രശ്നം. ആ, ഇനിയിപ്പോ കുഞ്ഞിനെ അങ്ങോട്ട് വിട്ടയക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനമായോ ലേഖിച്ചി എന്നിങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ, അതിനെക്കുറിച്ച് അറിയില്ല. ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിക്കുകയാണെങ്കിൽ അവർ കൊണ്ടുപോകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ലേഖ വിഷമിക്കുകയാണ്. ഏയ്, എന്തായാലും പേടിക്കണം. എൻ്റെ അമ്മയെയും ആങ്ങളെയെയും ആങ്ങളയുടെ ഭാര്യയെയും. ഇന്ന് എൻ്റെ അമ്മ കയറി വരുമോ അങ്ങോട്ട്? അറിയില്ല. കണ്ണേട്ടൻ അമ്മയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. എങ്കിൽ പിന്നെ ഞാൻ പരിസരം നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അറിഞ്ഞുകൊണ്ട് അമ്മ മാറി നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ തന്റെ ദേഷ്യം അടക്കി വെക്കുക. പിന്നെ എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അവന് ആ ഇരിപ്പിലിരുന്ന് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിലും അവൻ തന്നെയാണല്ലോ അവന്റെ സാലറി ഇല്ലാതെയാക്കിയത്. എന്ന് കരുതിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ണേട്ടൻ വീട് നോക്കുന്നുണ്ട്. പിന്നെ അവനിപ്പോ എന്താ ചെലവ്? എന്തായാലും ഞാൻ ഏടത്തിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അകത്തേക്ക് പോവുകയാണ്. ഈ സമയം സാഗർ പറയുന്നുണ്ട്, നൂലുകെട്ടിന് ശേഷം കുഞ്ഞിനെയും മഹാലക്ഷ്മി മേടത്തെയും അങ്ങോട്ട് വിടുമ്പോൾ സൂക്ഷിക്കണം. അതിപ്പോ ഞങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും സാഗർ? ഞങ്ങൾക്ക് കുഞ്ഞിനെ മഹാലക്ഷ്മിയെയും ഞങ്ങളുടെ കൂടെ തന്നെ ഇരുത്തണമെന്നുണ്ട്. പക്ഷെ അവര് തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കുമല്ലോ കാര്യങ്ങൾ. അതെ, ഇനി ദേഷ്യം കൂടാനും ചാൻസ് ഉള്ളൂ. രണ്ടസുരന്മാരും പുറത്തിറങ്ങിയിട്ടുണ്ടെന്നൊക്കെ സാഗർ ഓർമ്മിപ്പിക്കണം. മാർക്കോ ഉള്ളത് കൊണ്ട് മാത്രമാണ് എല്ലാവരും രക്ഷപ്പെട്ടു പോകുന്നത്. മാർക്കോ ഒരു പേടി സ്വപ്നമായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നത് കൊണ്ട് ശത്രുക്കൾക്ക് ഒരു ഭയം ഉണ്ടെന്നൊക്കെ സാഗർ പറയുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ ഒരുങ്ങി സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അപ്പച്ചിയുടെ മുത്ത് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജു ആണെങ്കിൽ കയറി വരുമ്പോ, ആഹാ, നീ എത്തിയോ? എടുത്തി, ഞാൻ എത്തി. മോളെന്താ ഉറങ്ങാണോ? ലേഖ അവളെ ഒരുക്കി കിടത്തിയിരിക്കുക. അത് ശരി, ലേഖേച്ചിയാണോ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അതെ, ഹോം നേഴ്സ് വരുന്നുണ്ടെങ്കിലും ലേഖ കുഞ്ഞിനെ കുളിപ്പിക്കാനൊന്നും വിടില്ല. അവൾ തന്നെയാ എല്ലാം ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാ കുഞ്ഞ് വരുന്നതിന് മുമ്പായിട്ട് യൂട്യൂബ് നോക്കി എല്ലാം പഠിച്ചെന്നാ പറയുന്നത്.
അവൾക്ക് ഒത്തിരി ഇഷ്ടം അതൊക്കെ ചെയ്യാനായിട്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഭംഗിയായി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് അവിടേക്ക് ലേഖ വരികയാണ്. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം വരെ ഞാനും ഒരമ്മയാകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോ ഇതൊക്കെ ഞാൻ ഒരുപാട് നോക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അനന്തവേട്ടനും കണ്ണേട്ടനും എല്ലാവരും നിർബന്ധിച്ചിരുന്നു നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനായിട്ട്. പക്ഷേ ഞാൻ അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ അമ്മയായില്ലെങ്കിലും ഇപ്പോ എനിക്കെന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ടല്ലോ. അപ്പൊ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അതിനോട് തീർക്കുന്നു. അത്രമാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ് ലേഖ. വിഷമിക്കണ്ട, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും എന്നൊക്കെ മഞ്ജു പറയുകയാണ്. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യം എങ്ങനെയുണ്ടടി എന്നിങ്ങനെ മഞ്ജുവിനോട് മഹി ചോദിക്കുമ്പോൾ സാഗരേട്ടൻ ഇപ്പൊ പഴയതുപോലെ എന്നല്ല, ഏത് സമയം നോക്കിയാലും എന്റെ പുറകിലാണെന്ന് ഇങ്ങനെ പറയുകയാണ്. ആ കണ്ണേടൻ സാഗറിന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷനിലേക്ക് സാഗറിനെ ഇരുത്താൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ആ എങ്കിൽ പിന്നെ എന്റെ ഏട്ടൻ എന്ന് പറയുന്നവന് ഒട്ടും സമാധാനം കിട്ടില്ല. അവനിപ്പോ എന്തൊക്കെ ചെയ്തു കൂട്ടുമോ എന്തോ. അതൊന്നും ആലോചിക്കണ്ട. എന്തായാലും സാഗർ കൂടി ഉണ്ടെങ്കിൽ നിന്റെ കാര്യം നോക്കാനും ഒരാളായല്ലോ എന്നൊക്കെ മഞ്ജുവിനോട് മഹി പറയുന്നു. അങ്ങനെ മഞ്ജു ലേഖയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, അതെ മഹിയടത്തി, അങ്ങനെ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് മഹിയടത്തി തിരിച്ചു വരുന്ന സമയത്തെ കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിക്കണേ. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ സംസാരിച്ച കാര്യടി. കുഞ്ഞ് ലേഖയുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാകും. കുഞ്ഞ് മിക്കവാറും സമയങ്ങളിലും ലേഖയ്ക്കൊപ്പം തന്നെ ആയിരിക്കുമെന്നൊക്കെ മഹി പറയും. കുഞ്ഞിനെയും കൂട്ടിയിട്ട് മഹി ഇവിടെ നിന്നും പോകുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായമില്ലെന്ന് ലേഖ പറയുകയാണ്. ഏയ്, താൻ വിഷമിക്കാതിരിക്കെ, തനിക്കും അനന്തവേട്ടനും കുഞ്ഞിനെ കാണണമെന്ന് തോന്നുന്ന സമയത്ത് കുഞ്ഞ് നിന്റെ മുന്നിൽ ഉണ്ടാവുമെന്നൊക്കെ മഹി വാക്ക് കൊടുക്കുകയാണ്. അല്ലെ ലേഖിച്ചി, കുഞ്ഞിനെ ഒരുക്കണ്ടേ എന്നിങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ ആ ഒരുക്കണം, കുഞ്ഞിനെ കുളിപ്പിച്ച് കിടത്തിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ കുഞ്ഞിനെ എടുക്കുകയാണ്. എന്നിട്ട് മഞ്ജുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു കുഞ്ഞൊക്കെ വരികയല്ലേ, അപ്പോ എടുത്തു നോക്ക് എന്ന് പറഞ്ഞ് അപ്പച്ചിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ വെച്ച് കൊടുക്കുന്നു. അല്ല, ഏടത്തിയുടെ അമ്മ വരുന്നില്ലേ? ആ, അമ്മ വരുന്നുണ്ട്. അവിടുന്ന് റെഡിയായിട്ട് ഇറങ്ങിയെന്നാ പറഞ്ഞു. 2 ദിവസം മുന്നേ വന്ന് നിൽക്കാൻ പറഞ്ഞതാണ്, പക്ഷെ കേട്ടില്ല. അത് അമ്മയ്ക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല എന്ന് മഹി പറയുന്നു. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും ഉമ്മറത്ത് ഇരിക്കുന്ന സമയത്താണ് മോഹിനിയാണെങ്കിൽ ഒരുങ്ങി കുഞ്ഞിന്റെ നൂലുകെട്ടിനായിട്ട് പോവാനായിട്ട് വരുന്നത്. എന്താടി, കയ്യിലൊരു സ്വർണത്തിന്റെ കവറൊക്കെ ഉണ്ടല്ലോ. ആ, ഇന്ന് കുഞ്ഞിന്റെ നൂലുകെട്ടല്ലേ, അപ്പോ അവരെനിക്ക് ഒരുപാട് സ്വർണ്ണങ്ങൾ തന്നതല്ലേ, അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കുന്നത് നല്ലതല്ല. എന്റെ പഴയ ഉരുപ്പിടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് കുഞ്ഞിന് സ്വർണം വാങ്ങിച്ചു. ഓ പിന്നെ നിന്റെ സ്വർണം വേണ്ടേ? എന്നാലും എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യണല്ലോ. സ്വർണ്ണക്കടക്കാരന്റെ കുഞ്ഞിനാണോ നീ കൊണ്ടുപോയി സ്വർണം കൊടുക്കുന്നേ? അതിനിപ്പോ നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലെന്നിങ്ങനെ പറയുമ്പോ ആയിക്കോട്ടെ, നീ എന്താന്ന് വെച്ച് ചെയ്യേ. എന്തായാലും ഇപ്പൊ നിന്റെ മൂത്ത മോളെയും നിന്നെയും കാണുമ്പോഴേ അമ്മയും മകളാണെന്ന് പറയില്ല, ചേച്ചിയും അനിയത്തിയാണെന്നേ പറയുള്ളൂ. നീക്കിപ്പോ വലിയ സുന്ദരിയായിട്ട് വരുന്നുണ്ട്, വലിയ പ്രായം തോന്നിക്കുന്നില്ല. പോരാത്തതിന് ഭർത്താവ് ജയിൽ പുള്ളിയും. മരുമകൻ ചിലപ്പോ നിനക്ക് രണ്ടാമത് കല്യാണം കഴിപ്പിച്ച് തരുമെന്നൊക്കെ പറയുമ്പോ, എടാ പ്രതാപ, രണ്ടാമതല്ല, ഒന്നിൽ പഴിച്ചാൽ മൂന്ന് എന്നല്ലേ. അപ്പൊ പിന്നെ മൂന്നാമത് കെട്ടുവിള്. ആ, എന്തായാലും ആ ദുരന്തം ഞാൻ തലയിലെടുത്ത് വെക്കില്ല. രണ്ടാമത് കെട്ടിയ വലിയ ദുരന്തമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് മോഹിനി പറയണം. എന്റെ ബന്ധുക്കൾ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ രണ്ടാമത് കല്യാണത്തിന് സമ്മതിച്ചത്. അന്ന് തുടങ്ങിയതാ എന്റെ മഹിമോളുടെ കണ്ണീര്. അത് അവസാനിച്ചത് കണ്ണന്റെ ഭാര്യ ഇതിന് ശേഷമാണ്. പക്ഷെ എന്നാലും അവളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, ഓ, കോടീശ്വരിയുടെ മകളാണെന്നുള്ള ഭാവത്തിലല്ലേ നീ ഇപ്പൊ സംസാരിക്കുന്നത്? എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് എന്റെ 2 മക്കളും ഒരേപോലെയാണ്. എന്റെ കരുണയും എന്റെ മഹാലക്ഷ്മിയും എനിക്ക് ഇപ്പോഴും കുട്ടികൾ തന്നെയാണെന്ന് പറയുമ്പോ, ദേ ആദ്യം പറഞ്ഞ പേരുണ്ടല്ലോ കരുണ, അതങ്ങ് വിട്ടേക്ക്. നിന്റെ മകൾ എപ്പോഴും മഹാലക്ഷ്മി മാത്രമാണെന്ന് പറയുമ്പോ, അങ്ങനെ എന്റെ മോളെ എന്നിൽ നിന്നും അകറ്റിയത് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. അവൾ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല, അങ്ങനെ സ്നേഹിക്കാതാക്കിയത് നിങ്ങളാണെന്നൊക്കെ പറയുമ്പോ, ഡി, എന്റെ മോളും അമ്മയാവാൻ പോവല്ലേ, എന്നിട്ട് നീ അവൾക്ക് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ മോഹിനിയോട് ചോദിക്കുമ്പോ, ഞാൻ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചതാണല്ലോ, പക്ഷെ അത് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് എന്താ പറഞ്ഞ്, ഞാൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊന്നും വേണ്ട എന്നും വിശ്വാസമില്ലെന്നും ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞു എന്നെ ധിക്കരിച്ച് പോയതല്ലേ. മുത്തശ്ശി ഉണ്ടാക്കുന്ന പലഹാരങ്ങളെ അവൾക്ക് ഇറങ്ങത്തുള്ളൂ അത്രേ. ആ, അത് പിന്നെ അത്രയ്ക്കുണ്ട് നിന്നോടുള്ള സ്നേഹം. ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ആരോടും തർക്കിക്കാനൊന്നുമില്ല. എന്താന്ന് വെച്ചാ നിങ്ങൾ എല്ലാരും കൂടി ചെയ്തോ. ഇന്നത്തെ ഫംഗ്ഷന് നിങ്ങളും കൂടി വരേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോ, ഓ പിന്നെ നിന്റെ മരുമകനും മോളും ക്ഷണിച്ചിരുന്നു ഞങ്ങളെ, എങ്ങനെ ക്ഷണിക്കുക, നിങ്ങളവിടെ വന്ന ഈ ഫംഗ്ഷൻ എങ്ങനെയും മുടക്കാന്നല്ലേ നോക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മോഹിനി കുറ്റപ്പെടുത്തുമ്പോ, ദേ ഒരുപാട് നീ സംസാരിക്കണ്ട, അത് തന്നെ എനിക്കും പറയാനുള്ളത്. എനിക്ക് ഒരുപാട് സംസാരിക്കാനില്ല. ആ, എങ്കിലേ നീ ഇവിടെ നിന്നും പോവാൻ നോക്കും, അല്ലെങ്കിലേ കവളത്തൊരു പാടുമായിട്ട് പോവേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോ ഇനി എന്നെ തൊട്ടു നോക്കും, അപ്പൊ അറിയാം മറുപടി പറയാനായിട്ട് ആരാ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ, എടാ അവളിപ്പോ മാർക്കോയെ കുറിച്ചല്ലേ പറഞ്ഞിട്ട് പോയത്, അതുകൊണ്ട് മോനെ ഇങ്ങനെയുള്ള ഭീഷണിയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെയെങ്കിലും ആരുടെയൊക്കെ കാല് പിടിച്ചിട്ട് കേസിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നോക്കും, അല്ലാതെ കിടന്ന് വായടിച്ച് ആ മാർക്കോയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടം നോക്കണ്ട എന്നൊക്കെ മുത്തശ്ശി പ്രതാപനെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. ശേഷം കുഞ്ഞിനെ ഒരുക്കിയിട്ട് ലേഖയാവട്ടെ അവളെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്.
ആ ഒരു കാഴ്ച കണ്ട് അനന്തുവിനാണെങ്കിൽ എന്തോ സങ്കടം തോന്നുന്നുണ്ട്. അവൻ വേഗം തന്നെ ലേഖയ്ക്കരികിലേക്ക് പോവുകയാണ്. എന്താടോ, എന്ത് പറ്റി? അല്ല, നൂലുകെട്ട് കഴിഞ്ഞതിന് ശേഷം അവരിവിടെ നിന്നും പോകുന്നില്ലെന്ന് പറയുമ്പോഴും മനസ്സിന് എന്തോ ഒരു പേടി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരിങ്ങോട്ട് കുഞ്ഞിനെയും കൊണ്ട് വരേണ്ടി വരില്ലേ? അതിഥികളായിട്ട് ഇവിടെ നിന്നും പോവും ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ, പോയിക്കോട്ടെടോ എന്ന് കരുതി നമുക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും നമ്മൾ ഇവിടെ നിന്നത് തെറ്റായി പോയി. മഹി ഗർഭിണിയാണെന്ന് അറിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടായതിനു ശേഷം വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ കൂടുതൽ അടുത്ത് പോയെന്നൊക്കെ പറയുമ്പോൾ, എന്നാലും അനന്തവേട്ട എല്ലാവർക്കും ഭാഗ്യമുണ്ടായി, നമുക്ക് മാത്രം ഉണ്ടായില്ലല്ലോ എന്നങ്ങനെ പറയുമ്പോൾ, സാരല്ല വിഷമിക്കാതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് അനന്തു ആണെങ്കിൽ സമാധാനിപ്പിക്കുകയാണ്. അവിടേക്ക് കണ്ണനാണെങ്കിൽ വരുന്നുണ്ട്. ദേ കുഞ്ഞിന്റെ അച്ഛൻ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ ആണെങ്കിൽ അനന്തുവിനെ വിളിക്കുകയാണ്. കണ്ണൻ സുന്ദരനായിട്ടാണ് വരുന്നത്. ഇതെന്താടാ, കുറെ കവറൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ വാങ്ങിയതാ. അതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടില്ലേ? എടാ ഞാനല്ലേ അച്ഛൻ, അപ്പൊ കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കണ്ടേ? അതെ, അങ്ങനെ അച്ഛനെന്ന അവകാശം എടുക്കാൻ വരട്ടെ. ഞാനും കൂടി കുഞ്ഞിന്റെ അച്ഛനാ. രണ്ടച്ഛന്മാരുണ്ട്. ഓ ആയിക്കോട്ടെ കണ്ണേട്ടാ, സത്യം പറഞ്ഞ ഈ കുഞ്ഞാണ് ഇപ്പൊ ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കില്ലേ എന്ന്. അങ്ങനെ ചോദിച്ചാൽ ജീവിക്കും, മരിച്ച് ജീവിക്കും. പക്ഷെ ഇപ്പോ ഇവളുടെ മുഖം കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. വിട്ടു തരാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ കണ്ണനോട് സങ്കടത്തോടെ തന്റെ മനസ്സിലെ വിഷമം പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.